ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ മൂത്രം അറിയാതെ പോകുന്ന ഒരു അവസ്ഥ. അതാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാൽ. കൂടുതലും സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. ഇത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും ഫംഗ്ഷന് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവാനൊക്കെ. ഓക്കെ, അപ്പോൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസിക സമ്മർദ്ദം കൂടി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ചിലർക്കത് പുറത്ത് പറയാൻ തന്നെ ഒരു നാണക്കേട് തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥ. അതാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അത് പ്രധാനമായിട്ടും ഒരു 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അർജ് ഇൻകോണ്ടിനൻസ്, മിക്സഡ് ഇൻകോണ്ടിനൻസ് ആൻഡ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. ലാസ്റ്റ് വൺ ഈസ് ന്യൂറോജെനിക് ഇൻകോണ്ടിനൻസ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ 5 ടൈപ്പാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസും അർജ് ഇൻകോണ്ടിനൻസുമാണ്. ഓക്കെ, ഇനി സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാൽ ആ പേജിലുള്ളത് പോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ യൂറിൻ പോകുന്ന അവസ്ഥ. ഒന്ന് തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ, ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അതായത് എന്തെങ്കിലും സ്ട്രെസ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാൽ. ഓക്കെ, അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നത്. അടുത്തതായി ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയി കാണുന്നത് പ്രസവശേഷമാണ്. മിക്ക സ്ത്രീകളിലും ഒരു പ്രസവത്തിന് ശേഷമാണ് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് പ്രസവശേഷം, രണ്ടാമത്തേത് അടുപ്പിച്ചുള്ള പ്രസവത്തിന് ശേഷം. ഓക്കെ, മൂന്നാമത്തേത് മറ്റെന്തെങ്കിലും സിസ്റ്റുകൾ അതല്ലെങ്കിൽ മുഴ പോലെ എന്തെങ്കിലും നമ്മുടെ യൂട്രസിൽ ഉള്ളവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അടുത്തത് അലർജി പ്രോബ്ലംസ് ഉള്ളവരിൽ, തുടർച്ചയായ തുമ്മൽ, ചുമക്കുക, അങ്ങനെയുള്ള അലർജി പ്രോബ്ലംസ് ഉള്ളവരിലും സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഏജ് ആയവരിൽ ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം സ്ത്രീകളിലെ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്നുണ്ട്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്നത് മൂലവും സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഓക്കെ, അടുത്തതായിട്ട് അർജ് ഇൻകോണ്ടിനൻസ് ആണ്. അർജ് ഇൻകോണ്ടിനൻസ് എന്നാൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായി തോന്നുന്ന സമയത്ത് തന്നെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥയാണ്. അത് പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല. ഒന്ന് ബാത്റൂം വരെ എത്തുന്നതിന് മുന്നേ തന്നെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥ. അതാണ് അർജ് ഇൻകോണ്ടിനൻസ് എന്നാൽ. ഓക്കെ, ആദ്യത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് കൊടുക്കുമ്പോൾ യൂറിൻ പോകുന്ന അവസ്ഥ. രണ്ടാമത്തേത് അർജ് ഇൻകോണ്ടിനൻസ്, യൂറിൻ പാസ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ തന്നെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥ, ഒട്ടും തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഈ അർജ് ഇൻകോണ്ടിനൻസ് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് കൂടുതലും. അവരുടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ വീക്കമാണ് പ്രധാന കാരണം. ഓക്കെ, അത് മാത്രമല്ല അതിന്റെ മറ്റ് കാരണങ്ങൾ എന്തെന്നാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉള്ളവരിൽ, മൂത്രസഞ്ചി ചുരുങ്ങിയ ഒരു അവസ്ഥ, കൺട്രാക്റ്റഡ് ബ്ലാഡർ ഉള്ളവരിൽ, മൂത്രക്കല്ലിൻ്റെ പ്രശ്നമുള്ളവരിൽ, അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഇതുപോലെ കൺട്രോൾ ഇല്ലാതെ യൂറിൻ പോകുന്നുണ്ട്. അപ്പം ഡയബറ്റിക് പേഷ്യൻസിന് ഇങ്ങനെയുള്ളവരിലൊക്കെയാണ് അർജ് ഇൻകണ്ടിനൻസ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ അർജ് യൂറിനറി ഇൻകണ്ടിനൻസ് ഉള്ളവരാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ ആദ്യം എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് നോക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ റീസൺസിൽ എന്ത് കാരണമാണ് ഈ കണ്ടീഷൻ ഉണ്ടായതെന്ന് നോക്കിയതിനു ശേഷം ആ കാരണത്തെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഈ അർജ് ഇൻകണ്ടിനൻസ് മാറും. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി യൂറോഡൈനാമിക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം നമുക്കത് മനസ്സിലാക്കാം എന്താണ് ഇതിൻ്റെ റീസൺ എന്ന്. ആ റീസണെ വേണം നമ്മൾ അർജ് ഇൻകണ്ടിനൻസിൽ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തേത് മിക്സഡ് യൂറിനറി ഇൻകണ്ടിനൻസ് ആണ്. അതായത് ഇത് രണ്ടും ചേർന്ന് വരുന്നത്, സ്ട്രെസ് ഇൻകോണ്ടിനൻസും അർജ് ഇൻകണ്ടിനൻസും ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ് മിക്സഡ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥയും, തുമ്മുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ സ്ട്രെസ് കൊടുക്കുമ്പോഴും യൂറിൻ പോകുന്ന ഒരു അവസ്ഥ, ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് മിക്സഡ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓവർഫ്ലോ യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ്. അതായത് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോകാതെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആവുകയും ചെയ്യുന്നു. ഇതാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. ഓക്കെ, ലാസ്റ്റ് വൺ ന്യൂറോജെനിക് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ്. ആ പേജിലുള്ളത് പോലെ തന്നെ നമ്മുടെ നെർവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിലാണ്
ന്യൂറോജനിക് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നത്. അതായത് യൂറിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലാണ് ന്യൂറോജനിക് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നത്. സ്പൈനൽ കോഡ് ഇഞ്ചുറി, സ്ട്രോക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായവരിലാണ് ഈ ന്യൂറോജനിക് യൂറിനറി ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ യൂറിനറി ഇൻകോണ്ടിനൻസിന്റെ 5 ടൈപ്പ്. ഓക്കെ, ഇനി ഇതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ എല്ലാ യൂറിനറി ഇൻകോണ്ടിനൻസിനും നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, അല്ലെങ്കിൽ ഇതിനെ കീഗിൾസ് എക്സസൈസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്. അതായത് നമ്മുടെ യൂറിനേഷനൊക്കെ സഹായിക്കുന്ന മസിലാണ് പെൽവിക് ഫ്ലോർ മസിൽസ്. ഈ മസിൽസിനെ ബലപ്പെടുത്തിയെടുക്കണം. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതാണ് കീഗിൾസ് എക്സസൈസ്. ഈ എല്ലാ യൂറിനറി ഇൻകണ്ടിനൻസിനും ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓവർ വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുക, വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. അടുത്തതായിട്ട് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം തുടർച്ചയായിട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരിലും യൂറിനറി ഇൻകണ്ടിനൻസ് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതെ ഇരിക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഈ എക്സസൈസിനോടൊപ്പം നമ്മൾ ശ്രദ്ധിച്ചു പോവുക. എന്താണ് കീഗിൾസ് എക്സസൈസ് എന്ന് നോക്കാം. ഇത് ആർക്കാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എക്സസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് പോലും മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് കീഗിൾസ് എക്സസൈസ്. മറ്റൊന്നുമല്ല, ഈ എക്സസൈസ് ചെയ്യേണ്ടത് നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ട്, നിന്നുകൊണ്ട്, ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊന്നുമല്ല, നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഓക്കെ, എങ്ങനെയെന്നാൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത്, യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്താനായി ശ്രമിക്കില്ലേ, അല്ലെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാനായി ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ നമ്മൾ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ, ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ യൂറിൻ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ പെൽവിക് ഫ്ലോർ മസിൽസിനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ സെയിം തന്നെയാണ് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈ കീഗിൾസ് എക്സസൈസിൽ ചെയ്യേണ്ടത്. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിർത്താൻ നോക്കുന്ന പോലെ നമ്മൾ ആ മസിൽസിനെ കൺട്രാക്ട് ചെയ്യണം. ഓക്കെ, ഇരിക്കുന്ന സമയത്ത്, നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ആ മസിൽസിനെ നന്നായിട്ട് കൺട്രാക്ട് ചെയ്ത് മുറുക്കി പിടിച്ചതിന് ശേഷം 3 മുതൽ 5 സെക്കൻഡ് ഇത് ഹോൾഡ് ചെയ്യണം. നമ്മൾ അതിനെ ആദ്യം ഒന്ന് കൺട്രാക്ട് ചെയ്യുക, മൈൻഡിലൊന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 റിലാക്സ് ചെയ്യുക. ഓക്കെ, എഗെയിൻ ഇത് ചെയ്യുന്ന സമയത്ത് ബ്രെത്ത് ഒക്കെ നന്നായിട്ട് എടുത്ത് വിടുക. ശ്വാസതടസ്സമൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് തന്നെ ബ്രീത്തിങ് ഒക്കെ എടുത്ത് വിടണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. 3 മുതൽ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു 5 മുതൽ 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഡെയിലി ഒരു 3-4 കൗണ്ട് ഇത് ചെയ്യാം. ഓക്കെ, തുടർച്ചയായിട്ട് ഈ എക്സസൈസ് ചെയ്തു പോവാം. പിന്നെ ഇത് ചെയ്തൊരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞൊന്നും ഭയങ്കരമായ ചേഞ്ച് ഒന്നും അറിയത്തില്ല. കണ്ടിന്യൂസ്ലി ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുക. ഒരു 2 മാസം 3 മാസമെങ്കിലും തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ ഇത് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള ദോഷവും നമ്മുടെ ശരീരത്തിന് വരുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ലൈഫിൻ്റെ ഒരു റൂട്ടീനായി തന്നെ ഡെയിലി ചെയ്തു പോകേണ്ട ഒരു എക്സസൈസ് ആണ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ളവർ തന്നെ ഇത് ചെയ്യണമെന്നില്ല. നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രെങ്ത് ആക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വരാതെ തടയാനായിട്ട് നമുക്കിത് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ തുടർച്ചയായിട്ട് ഈ എക്സസൈസ്, കീഗിൾസ് എക്സസൈസ് ചെയ്തു പോവുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ കീഗിൾ ബോൾസ് വെച്ചൊരു എക്സസൈസ് ഉണ്ട്. അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഈ കീഗിൾസ് എക്സസൈസോടൊപ്പം തന്നെ പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തൻ എക്സസൈസ് ചെയ്യണം. അതൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസോട് കൂടി ചെയ്തു പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസിനോടൊപ്പം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിനായിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും കൂടെ എടുത്തു പോവുക. ഓക്കെ, താങ്ക് യു.